ഇവിടെ വലിയ അതിക്രമം നടന്നിരിക്കുന്നു. ഈ നേതാക്കളടക്കം വേദിയിലിരിക്കുമ്പോഴാണ് ഈ പോലീസ് അതിക്രമം ഉണ്ടോ? എങ്ങനെയാണ് ഇത് അംഗീകരിക്കാൻ കഴിയും? ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ വെള്ളയമ്പലം അഭിമുഖമായിട്ടാണ് ഞങ്ങളുടെ സ്റ്റേജും പ്രസംഗവും നടക്കുന്നത്. DGP ഓഫീസ് മറഞ്ഞുകൊണ്ടുള്ള വേദിയാണ്. ഞങ്ങൾക്ക് DGP ഓഫീസിൻ്റെ റോഡ് ഞങ്ങൾക്ക് കാണാൻ കഴിയില്ല. ഞങ്ങൾ വെള്ളയമ്പലം അഭിമുഖമായിട്ടുള്ള സ്റ്റേജിലാണ് പ്രസംഗിക്കുന്നത്. അപ്പോൾ KPC പ്രസിഡന്റ് 10 മിനിറ്റ് പ്രസംഗിച്ചു. പ്രതിപക്ഷ നേതാവ് പ്രസംഗം ആരംഭിക്കുമ്പോഴാണ് പോലീസിൻ്റെ ടിയർ ഗ്യാസ് പ്രയോഗം വരുന്നത്. ഞങ്ങളുടെ വേദിയിലേക്ക് ഈ ടിയർ ഗ്യാസിൻ്റെ ഷെല്ലുകൾ വന്ന് വീഴുകയാണ്. എന്താണ് സംഭവിക്കുന്നത് ഞങ്ങളില്ല. ഈ ടിയർ ഗ്യാസ് പ്രയോഗിക്കുമ്പോഴുണ്ടാകുന്ന ആ ഒരു ഇതുണ്ടല്ലോ, ഒരു വെളിച്ചം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രകാശം ഇത് വന്ന് വീഴുന്നതിൻ്റെ എല്ലാം ഞങ്ങൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത് ഞങ്ങൾക്കറിയില്ല. ടിയർ ഗ്യാസ് പ്രയോഗവും ജലപീരങ്കി ഒരുമിച്ചാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പലരും സ്റ്റേജിൽ നിന്ന് എടുത്ത് ചാടുകയാണ് ചെയ്തത്. പലരും നേതാക്കളെടുത്ത് ചാടി സ്റ്റേജിൽ നേതാക്കളെ വേദിയിൽ നിന്ന് എടുത്ത് ചാടി. കാരണം നേതാക്കന്മാർക്ക് പെട്ടെന്ന് സംഭവിക്കാവുന്നതാണ്. ഈ ടിയർ ഗ്യാസ് ഒരു പ്രാവശ്യം 2 പ്രാവശ്യം ഏതാണ്ട് 10ഓളം ഗ്രനേഡ് പ്രയോഗിക്കുകയും ടിയർ ഗ്യാസ് പ്രയോഗിക്കുകയും ചെയ്തു. വെടിയൊച്ച കൊണ്ട് അതിഭയങ്കരമായ ശബ്ദം കൊണ്ട് അത് ഞങ്ങൾ മൂരിതമായി, അതുപോലെ തന്നെ കുരുമുളക് പൊടിയുള്ള ഈ ടിയർ ഗ്യാസ് കൊണ്ട് ഞങ്ങളെല്ലാവരുടെയും കണ്ണ് എല്ലാം അടയുകയും അതുപോലെ തന്നെ ഞങ്ങൾക്ക് ശ്വാസം മുട്ടൽ അനുഭവപ്പെടുകയും ചെയ്തു. ഇത് മനസ്സിലാക്കേണ്ടത് പ്രതിപക്ഷ നേതാവ്, മുൻ പ്രതിപക്ഷ നേതാവ്, അതുപോലെ KPC അധ്യക്ഷൻ, 7ഓളം MP മാർ, 7ഓളം രാജ്യസഭാ അംഗമായ ജബി മേത്തർ അടക്കമുള്ള 7ഓളം MP മാർ, ഞാൻ, K. സുധാകരൻ, K. മുരളീധരൻ, അടൂർ പ്രകാശ് ഉൾപ്പെടെയുള്ള 7ഓളം MP മാരുണ്ടായിരുന്നു, 10ഓളം MLA മാരുണ്ടായിരുന്നു. ഈ വേദിയിലേക്കാണ് പോലീസ് ഗ്രനേഡ് എറിഞ്ഞത്. ഇത് മുഖ്യമന്ത്രിയുടെ അറിവോടുകൂടിയാണോ? മുഖ്യമന്ത്രിയും പോലീസ് ഉദ്യോഗസ്ഥന്മാരും കൂടിയുള്ള ഗൂഢാലോചനയാണ്. ഇതിന് നേതൃത്വം വഹിച്ചത് മുഖ്യമന്ത്രി ഓഫീസിലെ P. ശശി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരുടെ ഗൂഢാലോചന ഫലമായിട്ടാണ് ഇന്ന് നവകേരള സദസ്സ് തിരുവനന്തപുരത്ത് സമാപിക്കുമ്പോൾ പ്രതിപക്ഷത്തെ ആക്രമിക്കുക എന്നുള്ളത്, അത് പോലീസിനെ ഉപയോഗിച്ച് ആക്രമിക്കുക എന്നുള്ളത്. DGP ഓഫീസ് ഞങ്ങൾ സമാധാനപരമായിട്ടാണ് DGP ഓഫീസ് നടത്താൻ ഇന്ന് തീരുമാനിച്ചത്. MP മാർക്ക് കിട്ടേണ്ട ഒരു സുരക്ഷ, അല്ലെങ്കിൽ പോട്ടെ, അവർക്ക് മിനിമം സാധാരണ MP മാരും പ്രതിപക്ഷ നേതാവൊക്കെ പ്രസംഗിക്കുന്ന വേദിയിൽ പോലീസിന്റെ സംരക്ഷണം ഉണ്ടാകേണ്ടതായിരുന്നു. അവിടെ ഒരു പോലീസുകാരും ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ വേദിക്ക് മുന്നിൽ ഒരു പോലീസുകാർ പോലും ഉണ്ടായിരുന്നില്ല. പോലീസ് എല്ലാം മാറി നിന്നുകൊണ്ട് ഞങ്ങളെ ആക്രമിക്കാൻ വേണ്ടി ഗ്രനേഡ് പ്രയോഗിക്കുകയും ജലപീരങ്കി ഉപയോഗിക്കുകയാണ് ചെയ്തത്. ഇങ്ങനെ ഒരു തിരുവനന്തപുരത്ത് ഒരുപാട് വെടിവെപ്പുകളും ടിയർ ഗ്യാസുകളും അതുപോലെ ഗ്രനേഡ് ആക്രമണം നമ്മൾ കണ്ടിട്ടുണ്ട്. അതിനൊക്കെ ഒരു പ്രത്യേക സാഹചര്യത്തിലുള്ള മുന്നറിയിപ്പ് ഉണ്ടാവുമായിരുന്നു. ഇത് യാതൊരു മുന്നറിയിപ്പുമില്ല. അതൊക്കെ തന്നെ മീറ്റിംഗ് വേദി കഴിഞ്ഞ് നേതാക്കന്മാരെ പ്രസംഗിച്ച് പോയതിനു ശേഷമായിരിക്കും ഒരുപക്ഷെ പ്രവർത്തകരും പോലീസും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടാകുന്നത്. ആ സമയത്താണ് ജലപീരങ്കി പ്രയോഗിക്കുന്നത്. ആ സമയത്ത് ഒരുപക്ഷെ ഗ്രനേഡ് എറിയുന്നത്, ടിയർ ഗ്യാസ്. ഇതൊക്കെയാണ് നമ്മുടെ തലസ്ഥാനത്ത് മുൻകാലം നടത്തുള്ള സമര ചരിത്രം. എന്നാൽ ഇന്ന് അതല്ല. ഞങ്ങൾ വേദിയിൽ പോയിട്ടില്ല. 8 MP മാർ വേദിയിലിരിക്കുന്നു. പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. ക്യാബിനറ്റ് റാങ്കുള്ള പ്രതിപക്ഷ നേതാവ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു. മുൻ പ്രതിപക്ഷ നേതാവ് വേദിയിലിരിക്കുന്നു. 10ഓളം MLA മാർ, റോജി ജോൺ, സനീഷ് ജോസഫ്, അതുപോലെ തന്നെ വിൻസെന്റ് അടക്കമുള്ള 10ഓളം MLA മാരിയിരിക്കുന്നു. അപ്പോഴാണ് ഈ ഗ്രാനേഡ് എറിയുന്നത്, അപ്പോഴാണ് ഈ ടിയർ ഗ്യാസ് പ്രയോഗിക്കുന്നത്. വളരെ ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നു. ഇപ്പോൾ കൊടിക്കുന്നിൽ സുരേഷ് MP ആണ് നമ്മളോടൊപ്പം സംസാരിച്ചത്. വലിയ പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് ഉയരുന്നുണ്ട്.